ഹായ് ഓൾ, മാജിക് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു Yes, വിചാരിക്കുന്നു. ma'am. Good morning to all. ഓക്കെ, എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. Then, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓസ്റ്റിൻ സാർ ക്ലാസ് ആണ് ഇന്ന് ഫ്രൈഡേ ആണ്. ട്രെയിനറും അതുപോലെ തന്നെ സക്സസ് കോച്ചും ആയിട്ടുള്ള ഓസ്റ്റിൻ സാർ ആണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ട് സാർ എന്താണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വെയിറ്റിംഗിലാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Yes. Thank you, Mufida. Thank you so much. Thanks a lot. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങൾ എല്ലാവർക്കും കമ്മിറ്റഡ് ആണ്, കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷേ ജസ്റ്റ് എനിക്കൊന്ന് അറിയണം, നിങ്ങൾ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാമോ? ബിഫോർ ഐ സ്റ്റാർട്ട് ഒന്ന് പറയാമോ, എന്താണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു ഇംഗ്ലീഷ് വേർഡാണ് എങ്കിൽ പോലും. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫുൾ റെസ്പോൺസിബിൾ ആയിരിക്കുകയും അത് കംപ്ലീറ്റ് ആവുന്നിടം വരെ അതിന് വേണ്ടി നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു വെരി ഗുഡ്. ശ്രീഷ്മയൊക്കെ പ്രത്യേകിച്ച് ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും ഒരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്താലുള്ള ഒരു സംഭവം എന്താണ്. വേറെ ആരെങ്കിലും കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് ആർക്കെങ്കിലും ഇല്ല? ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക. പിന്നെ ബാബു സർ? Yes, sir. Responsibility of the work. റെസ്പോൺസിബിലിറ്റി. യെസ്. ഒരു ഫേമസ് കോട്ട് ഉണ്ട്. ഫേമസ് കോട്ട് അല്ല, ഞാൻ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ദർ ഈസ് നോ സക്സസ് വിത്തൗട്ട് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു സക്സസും ഇല്ല. ഈ ബിലീഫ് നമ്പർ 5 ഞാൻ പറഞ്ഞാൽ ഇത് ടോണി റോബിൻസിന്റെ അൺലിമിറ്റഡ് പവർ എന്ന് പറയുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 7 ബിലീഫ്സിൽ ഒരു ബിലീഫാണ് ദർ ഈസ് നോ സക്സസ് വിത്തൗട്ട് കമ്മിറ്റ്മെന്റ്. നമ്മൾ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സക്സസ്സോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു സ്റ്റോറി ഞാൻ പറയാം. ഞാൻ പലപ്പോഴായിട്ട് അതിന്റെ പല ഭാഗങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അപ്പോളോ ഡയസിൽ ജോലി ചെയ്യായിരുന്നു. അവിടുത്തെ ഒരു പെർമനന്റ് വർക്കറാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു സെക്കൻഡ് ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല സാലറി ഉണ്ട്, കമ്പാരിറ്റീവ്ലി ആ സമയത്തുള്ള നല്ല സാലറി ഉണ്ട്. വീട്ടിൽ നിന്ന് ആളുകൾ കമ്പനി വണ്ടി വന്ന് പിക്ക് ചെയ്യും, അവിടെ പോയി ഇഷ്ടംപോലെ ഫുഡ് ഉണ്ട്. നോർമലി ഒരാൾക്ക് ഡ്രീം ചെയ്യാവുന്ന ഒരു ജോബാണ് സത്യം പറഞ്ഞ അപ്പോളോ ഡയസിലെ ജോലി. എൻ്റെ വീടിന് അടുത്താണ്. എന്ന് വെച്ചൊരു ഹാർഡ്ലി ഹാഫ് ആൻ അവർ ജേർണിയേ ഉള്ളൂ, 15 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്നിട്ടാണ് ഞാൻ ഡിഗ്രി MBA ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കൊരു ജോലി ഗൾഫിൽ കിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ അപ്പോളോയിൽ കിട്ടുന്ന സാലറിയേക്കാളും കൂടുതൽ സാലറി ഉണ്ട്. അപ്പം എല്ലാവരുടെയും ഡ്രീമാണ് ഗൾഫിൽ പോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിനേക്കാൾ ഉപരി, സമ്പാദിക്കുന്നേക്കാൾ ഉപരി എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഫ്ലൈ ചെയ്യാന്നുള്ളതാണ്. കാര്യം ഈ വിമാനമൊക്കെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിലൊക്കെ കയറണം. അപ്പൊ അന്ന് ഇത്രയും ഫ്ലൈറ്റ്സ് ഒന്നും അത്ര അക്സസബിൾ അല്ല. എന്ന് വെച്ചാൽ ജോലിയുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എനിവേ ഞാൻ അങ്ങനെ ഈ ഒരു ഓഫർ എടുക്കുകയാണ്. ഓഫർ എടുത്തിട്ട് ഗൾഫിലേക്ക് പോവാണ്. അപ്പം നാട്ടില് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നില്ല. എനിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് റെസ്റ്റ് വേണം, നടുവേദനയാണെന്നൊക്കെ പറഞ്ഞ് കാര്യം അപ്പോളോ ഡയസിൽ ജോലി റിസൈൻ ചെയ്യാനൊരു മടി ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഗൾഫിൽ ചെല്ലാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ സിറ്റുവേഷൻ മനസ്സിലായി. പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, അതിലെ ബോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയാ, നമ്മളിപ്പോ ഒരു അടിമ രാജാവൊക്കെ ഇല്ലേ, ആ ഒരു മോഡലാണ്. അപ്പൊ ഒരു മാസം എനിക്ക് ട്രെയിനിങ് ആണ് സത്യം പറഞ്ഞത്. എനിക്ക് ജോലിയൊന്നും അസൈൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്നാൽ മതി. അപ്പൊ രാവിലെ 7 മണിക്ക് ജോലി തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ഈ പറഞ്ഞ സർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു 6:30 6:45 ഒക്കെ വരും. വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർവൈസേഴ്സിനൊക്കെ വെച്ച് മീറ്റിംഗ് ഉണ്ട്. അതിലെ തെറി എന്ന് പറഞ്ഞാണല്ലോ അമ്മാതിരി ചീത്തയാണ്. ഇപ്പൊ ഏതെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ ഫൈനാണ്. 200 ദിറംസ് 400 ദിറംസ് ഒക്കെ ഫൈനാണ്. 200 എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ നാട്ടിലെ 4000 രൂപ അങ്ങനെ ഫൈൻസ് കൊടുക്കും. അപ്പൊ ഞാൻ ഈ ഒരു മാസം
എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ പോലും ഇവരെ വിളിക്കുന്നത് തെറിയിട്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് വരയ്ക്കാം. അപ്പൊ അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്റെ കൂടെ കയറി വന്നൊരു 4-5 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാള് വന്നിട്ട് നേരെ ചെന്ന് പറഞ്ഞു എനിക്ക് ജോലി പറ്റത്തില്ല. ഇയാൾക്ക് തെറി കേട്ടിട്ടില്ല, അയാള് ഡെസ്പാച്ചഡ് ആണ്. പക്ഷെ ആൾക്ക് അതിന്റെ സിനാരിയോ മനസ്സിലായി, ഇത് നടക്കൂല. പുള്ളി എന്ന് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ആ കമ്പനി പക്ഷെ നല്ലൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ 1 മാസം അദ്ദേഹത്തിന് നിർത്തി, അദ്ദേഹത്തെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ റിസൈൻ ചെയ്തിട്ടല്ല ഗൾഫിലേക്ക് വന്നത്. എനിക്ക് തിരിച്ചു വന്ന നാട്ടിൽ ജോലിയുണ്ട്. അതുപോലെ ജോലി തുടങ്ങി കഴിഞ്ഞപ്പോഴും ഇതുപോലെ ടെൻഷനും പ്രഷറും ഒക്കെയാണ്. അപ്പൊ ഞാൻ ഏത് സമയം തിരിച്ചു വന്ന് എനിക്ക് ജോയിൻ ചെയ്യാം. കാര്യം ഞാൻ നടുവേദനയാന്ന് പറഞ്ഞാൽ പോന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ അന്നൊരു തീരുമാനം എടുത്തതെന്ന് വെച്ചാല് ദിസ് ഈസ് മൈ ഡിസിഷൻ. ഞാൻ പറഞ്ഞ ആ ജോലിയുടെ ഞാൻ പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ തെറിയൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷനായിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ കണ്ണടച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. വല്ല വണ്ടി ഇടിക്കുകയാണെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയിട്ടില്ല, അല്ല കൈയും കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ അടുത്ത് പോകണ്ടല്ലോ. കാരണം അത്രയും പ്രഷറായിരുന്നു, അത്രയും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുന്നതിന്റെ അപ്പുറത്തെ പ്രഷറായിരുന്നു. അപ്പൊ അങ്ങനെ കാര്യം നമ്മളത് പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ട് കൂടിയാണ്. പിന്നെ ചില ആൾക്കാരുടെ തെറിയായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ എന്നെ ബാസ്റ്റഡ് എന്നൊക്കെ വരെ വിളിച്ചിട്ടുണ്ടായാലും. അപ്പൊ അത്രയും നിൽക്കുന്ന സമയത്ത് പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിസ് ഈസ് മൈ ഡിസിഷൻ. ഗൾഫിൽ പോകണമെന്നും നാട്ടിലൊരു ജോലിയുമാണെന്നും അല്ലെങ്കിൽ ഗൾഫിൽ പോകണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് ഞാനാണ്. അതുകൊണ്ട് ഐ വിൽ സ്റ്റിക്ക് ഓൺ ദിസ് വൺ. ആടുജീവിതം കഥ എനിക്കുണ്ട് ശീല, അത് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ആടുജീവിതത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന വേറൊരു കഥയുണ്ട്, ദാറ്റ് ഐ വിൽ ലേറ്റർ. സോ അത്രയും കമ്മിറ്റഡ് ആയിട്ട് ഞാൻ നിന്നു. ഒരു ആ സ്ട്രഗിൾസ് ഇങ്ങനെ തുടങ്ങി. 3 months ആയി, 4 months ആയി, 5 months ആയി, 6 months ആയി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ഒരു സെക്ഷനിൽ ഒരു സൂപ്പർവൈസർ പോവുകയും ആ റോളിലേക്ക് എന്നെ ഇടുകയും ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് ഇയാൾ അത്രയും ടെൻഷൻസ് ഒക്കെ കുറഞ്ഞു. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് 1 മാസം കഴിഞ്ഞ് ഇയാള് തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും എന്റെ പഴയ ജോലിക്ക് പോയെങ്കിലും 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ റിസൈൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് ഞാൻ മാറി. എന്റെ ടെൻഷൻസ് കുറഞ്ഞു. ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാല് നമ്മളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ പലപ്പോഴും ഗൾഫിലൊക്കെ പോകുന്ന ഒരുപാട് പേരെ നമ്മളെപ്പോഴും ഗൾഫിൽ വിടാറുണ്ട്. അപ്പൊ ഞാൻ വിദേശത്തോ ജോലിക്കോ ഇതിനൊക്കെ വിടുമ്പോഴും ഞാൻ അവരോട് പറയാ കാര്യമുണ്ട്, നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് സം ഡിസിഷൻസ് ബി സ്റ്റിക്ക് ഓൺ ഇറ്റ്. എത്രയൊക്കെ ഹാർഡിൽസും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ഡിസിഷനിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പൊ ഞാൻ അപ്പോളോ വിട്ടിട്ട് ഏകദേശം ഒരു 17-18 വർഷം ആവുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ സ്ഥിരം അവിടെ ഉണ്ട്. അപ്പൊ അവരോടൊക്കെ കാണുമ്പോൾ അവരിപ്പോഴും ആ സെയിം ജോബ് തന്നെ ചെയ്യുന്നു. മറ്റേ ടയർ ഉണ്ടാക്കുന്ന അതേ ജോബ് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് വിട്ടതുകൊണ്ട് ഞാൻ സ്ട്രഗിൾസ് ഉണ്ടായ, ഞാൻ രാജ്യങ്ങൾ സഞ്ചരിച്ചു. ഞാൻ സൗദി അറേബ്യ പോകുന്നു, ഇന്ത്യയിലെ പല രാജ്യങ്ങളും ട്രാവൽ ചെയ്തു. ഒരു കമ്പനിയിൽ ഇപ്പോൾ ജനറൽ മാനേജർ. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഒരു ടയർ ബിൽഡറായിട്ട് ഒരു വർക്കറായിട്ട് എനിക്ക് ഒതുങ്ങി കൂടായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത വലിയ റിസ്ക് ആണ്. കാര്യം ഗവൺമെന്റ് ജോലി പോലുള്ള ഒരു ജോലി റിസൈൻ ചെയ്ത് ഒരു ഒരു ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുകയും പിന്നീട് നമുക്ക് അതിൽ നിന്ന് പതിയെ 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 നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക്. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ കാരണം ഞാൻ അന്ന് ആ ജോലി റിസൈൻ ചെയ്തുകൊണ്ടാണ്. കാര്യം ഗൾഫിലെ അപ്പോളയിലെ ജോലി നിന്നിട്ട് ചിലപ്പോൾ ഞാൻ എനിക്കൊന്നും ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. കാര്യം അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു നാരോ മൈൻഡ്, ബിക്കോസ് ഇറ്റ്സ് എ ഫാക്ടറി വർക്ക്. അപ്പം ഇന്ന് നമ്മൾ പറയാന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആഗ്രഹമാണെങ്കിലും അതിനോട് 100% കമ്മിറ്റഡ് ആയിരിക്കും. നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്, ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഇപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ. അതിന്റെ 7 സീരീസ് 8 സീരീസ് ഒക്കെ വന്നു. ഹാരി പോട്ടർ എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹാരി പോട്ടറിന്റെ റൈറ്റർ ആയിട്ടുള്ള JK റൗളിംഗ് അവര് പോർച്ചുഗീസില് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അവിടെ വെച്ചൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാവുകയും അവനെ കല്യാണം കഴിക്കുകയും അതിൽ നിന്നൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. കുട്ടി ഉണ്ടായി 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ അവർ ബ്രേക്കപ്പ് ആയി. അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ചെറിയ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ചോ ലിവിങ് ടുഗദർ ആണോ എന്ന് അറിയില്ല. പക്ഷെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ബ്രേക്കപ്പ് ആയി. ഇവള് തിരിച്ചു ഇംഗ്ലണ്ടിലേക്ക് വരാം. അപ്പൊ ഇംഗ്ലണ്ടിൽ വരും, ഇവരൊരു ടീച്ചറാണ്, ജോലി ചെയ്യുന്നുണ്ട്. തിരിച്ചു ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവളുടെ ഒരു തോട്ട് എന്തായിരുന്നു വെച്ചാല് ഐ നീഡ് ടു റൈറ്റ് എ നോവൽ. എനിക്കൊരു നോവൽ എഴുതി ഫേമസ് ആവണം. അപ്പം സത്യത്തില് ഇംഗ്ലണ്ടിൽ തിരിച്ചു നിങ്ങൾക്ക് അറിയാം, ഇപ്പം UK പോയിട്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ഇവൾക്കും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടും സാമ്പത്തികമായിട്ട്. കാര്യം ജോലിക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു കൊച്ചിനെ നോക്കണം.
പക്ഷെ ഇവളെടുത്തൊരു ഡിസിഷൻ എന്ന് വെച്ചാല് ഞാൻ ഒരു ബുക്ക് എഴുതും. ആ ബുക്ക് എഴുതാനായിട്ട് ഒന്നും അനുകൂലമല്ല. കാരണം ഒന്ന് കയ്യിൽ കാശില്ല. അവൾ വന്ന് നേരെ പെൻഷനും ജോലിയില്ലാന്നുള്ള പെൻഷൻ എഴുതി കൊടുത്തു. ഈ കുട്ടീനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വീട്ടില് നമുക്കറിയാം UK ആണെങ്കിൽ നല്ല തണുപ്പാണ്. ആ തണുത്ത സമയത്ത് ചൂട് ആ റൂമിലൊക്കെ ഒരു ചൂടാവണമെങ്കിൽ വുഡ് ഒക്കെ എടുത്ത് കത്തിക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഫ്ലെയിം കത്തിക്കണം. അത് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ലാതെ ഒരു വയസ്സായിട്ടുള്ള ഒരു കൊച്ചിനെ വെച്ചിട്ടാണ് ഒരു അമ്മ നോവൽ എഴുതണം. വേറെ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ല. ഇവൾ എന്ത് ചെയ്യുക, ഈ കുട്ടീനെ കൊണ്ട് പലപ്പോഴും ടൈപ്പ് റൈറ്റിൽ ഇത് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നേരെ വീട്ടിലിരിക്കാനായിട്ട് കാശില്ല, ഇത് തീ കത്തിക്കാനായിട്ട്. അപ്പൊ തണുത്ത് വിറച്ച് കുട്ടിക്കും വയ്യാതെയാവും. അപ്പൊ അവള് ഒരു കോഫി ഷോപ്പിൽ പോകുന്നു, കുട്ടീനെ സൈഡിലിരുത്തുന്നു. ആ കുട്ടീനെ സൈഡിലിരുത്തി ഈ ഒരു ടൈപ്പ് റൈറ്റർ വെച്ചിട്ട് അവളുടെ നോവൽ എഴുതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര സ്ട്രഗിൾ ആണെന്ന് ആലോചിച്ചു. ആരുമില്ല, കൊച്ചിനെ ഏൽപ്പിക്കാൻ ആരുമില്ല. അപ്പൊ ഒരു കുട്ടീനെ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വലിയൊരു പണിയാണ്. പിന്നെ വേറെ ഒരു പണിക്ക് വരുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നോവൽ, വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന നോവൽ ഈ കുട്ടീനെ വെച്ച് അവൾ എഴുതുന്നു. എഴുതി പാസകൾ എടുത്തിട്ടാണ് ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ശമ്പളമൊന്നുമില്ല. ഇവൾ ഈ നോവല് ഏജൻസീസിന് ലൈക്ക് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കണം. ഒരാള് പോലും ഈ നോവൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ 2 റീസൺ ആണ്. ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ എഴുത്തുകാരിനെ അംഗീകരിക്കാനുള്ള മനസ്സ് പബ്ലിഷേഴ്സിന്റെ ലോകത്തിനുണ്ടായിരുന്നില്ല. ഒരു സ്ത്രീ എഴുത്തുകാരിയാണ്. 2, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള നോവലാണ്. ഇത് 2 കാരണം കൊണ്ടും ഇവളുടെ നോവൽസ് കണ്ടിന്യൂസ്ലി റിജക്ട് ചെയ്യാണ്. പക്ഷെ അവൾ ഒരിക്കലും തളരുന്നില്ല. ഞാനിത് വിട്ടിട്ട് ജോലിക്ക് പോവാം അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇവൾ കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 12ാമത്തെ പബ്ലിഷേഴ്സ്, ഈ പബ്ലിഷേഴ്സിനൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് അയച്ചു. 12ാമത്തെ പബ്ലിഷറായ ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു പബ്ലിഷർക്ക് ഇവളിത് റിപ്പീറ്റഡ്ലി അയച്ചു കഴിഞ്ഞപ്പോ ഇത് അവിടേക്ക് എങ്ങനെ അയക്കാന്ന് വെച്ചാല് നോവലിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററും അതിന്റെ ഒരു സിനോപ്സിസും കൂടി വെച്ചിട്ട് അയക്കുക. കാര്യം എൻ്റെ നോവൽ അയച്ചു കൊടുക്കില്ല. കാര്യം അത് കോപ്പി അടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാലാണ് ഇവര് ഒരു എഗ്രിമെന്റ് ആവുന്നത്. അങ്ങനെ ഈ ബ്ലൂംസ്ബറിയുടെ ഓണർ ഈ നോവലുമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആണ് അത് വീട്ടിൽ കൊണ്ടുപോയി. ഇയാൾക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, വേണ്ടി വീട്ടിൽ ചെന്ന വെറുതെ സമയം ഉണ്ടെങ്കിൽ വായിക്കാന്ന് വെച്ചിട്ട് ടേബിളിൽ ഇട്ടു. അങ്ങനെ ആ ടേബിളിൽ ഇടുന്ന സമയത്ത് കുട്ടി, അദ്ദേഹത്തിന്റെ മകൾ വന്നിട്ട് ഈ സാധനം എന്തോ പപ്പ ഇടാനായിട്ട് ഇത് കംപ്ലീറ്റ് വായിച്ചു തുടങ്ങിയപ്പോൾ കുട്ടിക്ക് ഇഷ്ടമായി. ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞിട്ട് പപ്പയുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പപ്പ വെർ ഇസ് എ റെസ്റ്റ്, ഐ വാണ്ട് ടു റീഡ് ഇറ്റ് അഗൈൻ. അപ്പോ അപ്പോഴാണ് ഓക്കെ, കുട്ടികൾ എന്തോ ഒരു എന്തോസിയാസം, അന്നൊന്നത് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോഴും 1,00,000 രൂപ 1000 പൗണ്ടാണ് ഈ പറഞ്ഞ ലേഡിക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് ആകെ 1000 ബുക്ക് പ്രിന്റ് ചെയ്തോളൂ. കാര്യം ഇയാൾക്ക് അറിയാം ഇത് സക്സസ് ആവൂല എന്നുള്ളൊരു ചിന്തയിൽ 1000 ബുക്ക്, ആ 1000 ബുക്കിൽ തന്നെ 500 ബുക്ക് ഇയാൾ ഓൾറെഡി ലൈബ്രറിയിലേക്ക് സെല് ചെയ്തു. ബാക്കി 500 ബുക്സ് മാത്രമാണ് ഒരു സ്റ്റോറിലേക്ക് പോയത്. പിന്നെ ഉണ്ടായത് നിങ്ങൾക്കറിയാം, ചരിത്രമാണ്, ഇറ്റ്സ് എ ഹിസ്റ്ററി. പിന്നെ അതിന്റെ സീരീസസ് വരുന്നു. പുസ്തകം എഴുതിക്കൊണ്ട് ഒരു ബില്യണയറായ ആദ്യത്തെയും ഏക വനിതയും നമ്മുടെ JK റൗളിംഗ് ആണ്. ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം വിറ്റ് അതിന്റെ വരുമാനം കൊണ്ട് ബില്യണയർ ആയത് JK റൗളിംഗ് മാത്രമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ആഗ്രഹം വന്ന് അതിന്റെ കമ്മിറ്റഡ് വന്നിട്ട് എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും തന്റെ ആഗ്രഹത്തിനെ മുറുകെ പിടിക്കാനും ആ ആഗ്രഹത്തിന് വേണ്ടി സർവൈവ് ചെയ്യാനും ശ്രമിച്ചപ്പോഴാണ് പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് റിസൾട്ട് വരുന്നത്. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് നമ്മൾ വെച്ച് തുടങ്ങണം. ഓരോ സ്റ്റെപ്സ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ആ സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇതൾ വിരിഞ്ഞു വരും. നമുക്കറിയാം, നമ്മളൊരു കാർ ഓടിക്കാന്ന് വിചാരിച്ചു. ഒരു കാർ ഓടിക്കുമ്പോൾ രാത്രിയിലാണ് കാർ ഓടിക്കുന്നത്. നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടുന്ന് വയനാട് പോകാൻ, അല്ലെങ്കിൽ ഒരു കോഴിക്കോടോ അല്ലെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം, ഇപ്പൊ നിങ്ങളുടെ നാട് കോഴിക്കോട്, തിരുവനന്തപുരത്ത് പോകാനുള്ള എല്ലാ വഴിയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, നമ്മൾ കാർ ഓടിച്ച് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 മീറ്റർ മാക്സിമം പോട്ടെ 100 മീറ്റർ വഴിയേ നമുക്ക് കാണുള്ളൂ. നമ്മൾ പറയുന്നത് എൻറ്റയർ പാത്ത് കണ്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. നമ്മൾ ഈ വഴിക്ക് പോകുന്ന സമയത്ത് 100 മീറ്ററേ നമ്മൾ കാണുന്നുള്ളൂ. ആ 100 മീറ്റർ നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ റോഡിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ബ്ലോക്ക് കാണുന്ന സമയത്ത് നമ്മൾ പറയില്ല, അയ്യോ ഇന്ന് റോഡിൽ ബ്ലോക്കാണ്, തിരിച്ച് വീട്ടിൽ പോയേക്കാം. നമ്മൾ പോരില്ല. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും വഴി വേറെ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു കട്ടറുള്ള റോഡ് വന്നു. അവിടെയും നമ്മൾ പറഞ്ഞു, അയ്യോ കട്ടറുള്ള റോഡാണല്ലോ, ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാ.
ഞാൻ തിരിച്ച് വീട്ടിൽ പോരാണ്. നമ്മൾ ചെയ്യില്ല. ചെയ്താ ഒരിക്കലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തില്ല. ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് വഴിയിൽ ആക്സിഡന്റ് കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, സമരങ്ങൾ കാണും, ജാഥകൾ കാണും. ഇതൊക്കെ കണ്ടാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ട്രിവാൻഡ്രം എത്തുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ബ്ലോക്സ് കാണുമ്പോൾ അയ്യോ ഞാൻ തിരിച്ചു പോയേക്കാം എന്ന് പറയും, അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തൂല. അപ്പൊ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ കൂടെ സഹായിക്കാൻ എത്ര പേരുണ്ടെങ്കിലും, നമ്മളോട് ചേർന്ന് നിൽക്കാൻ എത്ര പേരുണ്ടെങ്കിലും, നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അതിനോട് എത്രത്തോളം കമ്മിറ്റഡ് ആണ്, ഞാൻ എത്രത്തോളം അതിനോട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് സക്സസ് വിത്തൗട്ട് കമ്മിറ്റ്മെന്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാല് നമ്മളെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിനോ പ്രപഞ്ചത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈബിളിൽ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം തന്നെയുണ്ട്, നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. യൂറോപ്പില് ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് അവിടെ പള്ളികളൊക്കെ തകർക്കപ്പെട്ട സമയത്ത്, ബോംബിംഗ് ഒക്കെ ഉണ്ടായി പള്ളികൾ തകർക്കപ്പെട്ട സമയത്ത് ഒരു ക്രൈസ്റ്റിന്റെ പ്രതിമയും തകർന്നുപോയി. അപ്പൊ അതിന്റെ ക്രൈസ്റ്റിന്റെ കൈ പോയി, കാല് മിസ്സായി, അങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയി സാധനം. അപ്പം ആളുകൾ പറഞ്ഞു പള്ളി പുനരുദ്ധരിക്കുകയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ് പള്ളി പുനരുദ്ധരിക്കുന്ന സമയത്ത് ഈ വേറൊരു രൂപം വാങ്ങി വെക്കാം, കാര്യം ഒരു ജീവനുള്ള ആളൊന്നല്ലല്ലോ, അപ്പം രൂപം വാങ്ങി വെക്കാം. അങ്ങനെ വെക്കുന്ന സമയത്ത് അവിടുത്തെ പ്രീസ്റ്റിന് ഒരു ഐഡിയ ഉണ്ട്. പ്രീസ്റ്റ് പറഞ്ഞു വേണ്ട, നമുക്ക് ഈ ഉള്ള പാർട്സുകളൊക്കെ ഒന്ന് കൂട്ടിവെക്കാം, എന്നിട്ട് നമുക്ക് ഈ രൂപം തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ താഴെ ഒരു വേർഡ് വയ്ക്കാം. എന്താണ്? ഐ ഡോണ്ട് ഹാവ് ഹാൻഡ്സ്, യു ആർ മൈ ഹാൻഡ്സ്. എനിക്ക് കൈകളില്ല, നിങ്ങളാണ് എൻ്റെ കൈകൾ. എനിക്ക് കാലുകളില്ല, നിങ്ങളാണ് എൻ്റെ കാലുകൾ. എനിക്ക് കണ്ണുകളില്ല, നിങ്ങളാണ് എൻ്റെ കണ്ണുകൾ. എന്ന് വെച്ചാല് ഒരു ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ദൈവത്തിന് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ ഡോണ്ട് ഹാവ് ഹാൻഡ്സ്, യു ആർ മൈ ഹാൻഡ്സ്. നമ്മൾ ഓരോരുത്തരുമാണ് ആ ഒരു കരങ്ങൾ. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് വരണമെങ്കിൽ കണ്ണടച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ നമ്മൾ എല്ലാ ദിവസവും അഫർമേഷൻ ചെയ്തിട്ടോ ഒരു സക്സസും നമ്മളിലേക്ക് വരില്ല, അൺടിൽ അൺലെസ് വി മൂവ് അഹെഡ്. നമ്മളെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും ഉണ്ടാകാനായിട്ട് ഒരു സാധ്യതയില്ല. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്, 100% കമ്മിറ്റ്മെന്റ് ആണ്. ഈ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും. അതൊക്കെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴിയും അഫർമേഷൻസ് വഴിയും ഒക്കെ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ സ്റ്റെപ്പ് വെക്കാന്നുള്ളത് വേറെ ആളെ കൊണ്ടും പറ്റില്ല, നമ്മൾ തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു 100 മൈൽസ് 200 മൈൽസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര എങ്ങനെ ആരംഭിക്കാൻ പറ്റും? ആ യാത്രയിൽ മുഴുവൻ പ്രതിസന്ധിയാണ്, മഴവെള്ളപ്പൊക്കമാണ്, ബ്ലോക്സ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നോടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആർക്കും വരാൻ പറ്റില്ല. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ പ്രസിദ്ധമായ ഒരു കഥ, അല്ലെങ്കിൽ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരാള് മറ്റേ വീടിന്റെ മുകളിൽ കയറിയിരുന്നു. ഈ കഥ കേട്ടിട്ടുണ്ടാവും മിക്കവാറും. കേട്ടവരൊന്ന് എസ് അടിച്ചോ, കേൾക്കാത്തവര് നോ അടിച്ചു. വളരെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അയാള് വെള്ളം കയറി വരുന്നു. അപ്പൊ ഇയാള് വീടിന്റെ മുകളിൽ കയറി, അങ്ങനെ കയറി അയാള് വീടിന്റെ മേച്ചിൽപ്പുറത്ത് എത്തി. അവിടെ ചെന്നിട്ട് ഇയാളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കേട്ടവരുണ്ടാവും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദൈവമേ എന്നെ രക്ഷിക്കണേ. നല്ല ദൈവവിശ്വാസിയാണ് ആള്. അപ്പൊ ആ സമയത്ത് പുള്ളി ഒരു വഞ്ചിക്കാരൻ വരുന്നുണ്ട്, ചേട്ടാ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനകത്ത് കയറിക്കോ, ഞാൻ അപ്പുറത്തേക്ക് ആക്കാം. അപ്പൊ പുള്ളി പറഞ്ഞില്ല, എന്റെ ദൈവം വന്ന് എന്നെ രക്ഷിക്കും. ഞാൻ ദൈവവിശ്വാസിയാണല്ലോ, അപ്പൊ എന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ്. വെള്ളം വീണ്ടും കയറി തുടങ്ങി. അപ്പോഴേക്കും വേറൊരു ബോട്ട് അവിടെ വന്നു. അയാളും പറഞ്ഞു, ചേട്ടാ കയറിക്കോ, മറ്റേ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇവിടെ നിന്ന രക്ഷയില്ല, ചേട്ടൻ കയറി. അപ്പൊ ഇല്ല, എന്റെ ദൈവം വന്ന് എന്നെ രക്ഷിച്ചോളൂ. കുറച്ച് കഴിഞ്ഞൊരു ഹെലികോപ്റ്റർ പോയപ്പോ അവര് പോലും റോക്കറ്റ് കൊടുത്ത് പുള്ളി പറഞ്ഞു, ഇല്ല ദൈവം വന്ന് രക്ഷിക്കുന്നു പറഞ്ഞു. കാര്യം പുള്ളി അത്രയും വിശ്വാസിയാണ്, ദൈവം വന്ന് രക്ഷിക്കുന്ന ഉറപ്പാണ്. അവസാനം വെള്ളം മുങ്ങി അയാൾ ചത്തുപോയി. സ്വർഗത്തിൽ ചെന്നു, മുകളിൽ ചെന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ദൈവത്തോട് പരാതി പറയാം, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ പൂജകൾ ഞാൻ ചെയ്തു, നീ എന്നെ രക്ഷിച്ചില്ലല്ലോ. അപ്പൊ പുള്ളി പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, നിനക്ക് എന്തൊക്കെ 3 പ്രാവശ്യം ഞാൻ നിന്നെ ആളെ വിട്ടു, പക്ഷെ നീ വന്നില്ല, നീ ദൈവം രക്ഷിക്കുന്നു പറഞ്ഞു. കാര്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭൂമിയിൽ
ജീവിതത്തിൽ നടക്കുന്നതൊന്നും മുകളിൽ നിന്ന് ഒരാൾ വന്ന് ഇറങ്ങി തരും. നമ്മുടെ ഉള്ളിലുള്ള ദൈവം അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വ്യക്തികളിലൂടെയാണ് നമുക്ക് സഹായം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്കൊരു ഗോൾ ഉണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര്. അങ്ങനത്തെ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരാണ് ജീവിതത്തിൽ പലപ്പോഴും വിജയിച്ചു എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫിലിം ഫീൽഡ് നോക്കി ഇവിടെ നോക്കും. ഇപ്പം എന്നെ പെട്ടെന്ന് വരുമ്പോൾ ഇപ്പൊ ടൊവിനോയുടെ പുതിയ മൂവി റിലീസ് ആവാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല നിലയിലെത്തണം. പരിചയക്കാരാരുമില്ല, സിനിമയിൽ മുൻഗാമികളില്ല, അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. പക്ഷെ പുള്ളി ഇറങ്ങിത്തിരിക്കുകയാണ്. ചെറിയ ചെറിയ വേഷങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിനെ കുറെ പേര് കളിയാക്കുന്നു. ഒരു ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ വെളുപ്പിനും 3 മണിക്ക് എഴുതി, നിങ്ങൾ എന്നെ ഇപ്പൊ കളിയാക്കും, എന്നെ മോശക്കാരനാന്ന് വിളിക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കും. ഏകദേശം 10 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ വെളുപ്പിന് 1:30 എഴുതിയാണ്, ഒരു ദിവസം നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കും. അന്ന് ഇത് ഒരു അഹങ്കാരിയുടെ വാക്കുകളല്ല, മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ, അന്ന് ഫേസ്ബുക്കിൽ. ഇന്നും അത് വൈറലാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ടോവിനോട് കിട്ടും. ഏകദേശം 10 years ബാക്ക് മിന്നൽ മുരളിയൊക്കെ റിലീസായി ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യപ്പെട്ട ഒരു പോസ്റ്ററാണ്. എന്റെ നൈബറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ആളാണ് ജോജു ജോർജ്. 14 വർഷമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞു വെച്ചത്. 14 വർഷം. ആ 14 വർഷം ഇങ്ങനെ കഷ്ടപ്പെട്ട്, എന്താ പറയാ, ഒരു ചാൻസ് പോലും കിട്ടാതെ ഇങ്ങനെ നടക്കുകയും, തല മാത്രം കാണിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ബോഡി ഒന്നും കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡയലോഗ്സ് ഇല്ല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ കണ്ട, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് 100 ദിവസമാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് 100 ദിവസം വേണം. ഒരു ദിവസത്തേക്ക് 150 രൂപ പ്രതിഫലം. അപ്പൊ അന്തകാലത്ത് അപ്പൊ ഒരു 15,000 രൂപ കിട്ടും. പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ്, ഇദ്ദേഹം ഡയലോഗ് ചോദിച്ചു കിടക്കണം. അപ്പൊ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറഞ്ഞു, ഡയലോഗ് തരാം, പക്ഷെ പ്രതിഫലം ഉണ്ടാവില്ല. ഡയലോഗ് തരാം, പ്രതിഫലം ഉണ്ടാവില്ല. അങ്ങനെ 100 ദിവസം ആ സൈറ്റിൽ വർക്ക് ചെയ്തു, വിത്തൗട്ട് ഈവൻ സിംഗിൾ പൈസ ഫോർ എ സിംഗിൾ ഡയലോഗ്. അങ്ങനെ വർക്ക് ചെയ്തൊരു ജോർജ് ജോർജിന്റെ ഇന്നത്തെ സക്സസ് എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റ് ആയിട്ടുള്ള ആടുജീവിതം ഒന്ന് എടുത്തു നോക്ക്. ആ സിനിമയ്ക്ക് വേണ്ടി ബ്ലസ്സി എന്ന് പറഞ്ഞ സംവിധായകൻ കൊടുത്തത് 16 വർഷത്തെ കമ്മിറ്റ്മെന്റ് ആണ്. 16 വർഷം. ആക്ച്വലി ഹി സ്റ്റാർട്ടഡ് വിത്ത് 1 or 2 years. 3 വർഷം കൊണ്ട് തീരുമെന്ന് വിചാരിച്ച ആടുജീവിതം 16 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ അദ്ദേഹം കമ്മിറ്റഡ് ആയിരുന്നു. നമ്മളിപ്പോ ഓസ്കാറോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് അവാർഡ്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞു 16 വർഷമാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ മൂവി ഉണ്ട്, ഇതിനു വേണ്ടി ചെയ്യേണ്ടതില്ല. 2 പ്രാവശ്യമാണ് ഏകദേശം ഒരു 30 കിലോസിന്റെ വെയിറ്റ് ലോസ് ചെയ്യേണ്ടി വന്നത്. ശരീരം തന്നെ വിട്ടുകൊടുത്തു. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട്. അവരൊക്കെ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ അത്രയും സക്സസ്ഫുൾ ആകുന്നതിന്റെ റീസൺ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. നമുക്കിപ്പോ പലപ്പോഴും സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചൊക്കെ ഭയങ്കര അസൂയയും തോന്നാറുണ്ട്. കാര്യം പലപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ പൈസ ചെലവാക്കുന്നൊക്കെ. പക്ഷെ നിങ്ങൾ ശരിക്കും അവരുടെ ലൈഫിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എൻഡ്ലെസ് ഓഫ് സ്ലീപ്ലെസ് നൈറ്റ് ആണ്. ഷൂട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉറക്കമുണ്ടാവില്ല. പൊരി വെയിലത്തും മഞ്ഞത്തും മഴയത്തും ഒക്കെ നിന്ന് ഷൂട്ട്. ഇപ്പം 2018 ഒക്കെ ഉള്ള സമയത്ത് അറിയാലോ, പ്രളയമാണ്. അതിൽ അഭിനയിച്ചവർക്കൊക്കെ അവസാനം പനിച്ച് ഒരു മാരിയായി. കാര്യം ഫുൾ മഴയാണ് കാണിക്കുന്നത്. ആ പ്രളയത്തിന്റെ പടം ഷൂട്ട് ചെയ്തപ്പോൾ 2018 മാസം ഹിറ്റ്. അപ്പൊ അതിന്റെ ഡയറക്ടറെ കുറിച്ച് ജൂഡ് ആന്റണിയൊക്കെ ഇന്റർവ്യൂസിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ ജൂഡ് ആന്റണിയെ കുറിച്ച് പറഞ്ഞിട്ട് ഫുൾ ടൈം പുള്ളി വെള്ളത്തിലാണ്, താമരനെ പോലെ. കാര്യം ഓരോ ഷൂട്ടിന്റെ സമയത്തും ഓരോ ആക്ടേഴ്സിനോടും ചെയ്യാൻ പറയുമ്പോൾ പുള്ളിയാണ് ആദ്യം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. സോ whoever committed in their life, they have succeeded. Whoever not committed and waiting for, എന്താ പറയാ, ദൈവം വന്ന് എന്നെ രക്ഷിക്കും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ച് നിന്നവരാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിനെ സഹായിക്കണമെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിയും. ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കാനും തയ്യാറാമോ? 200% ദൈവോ പ്രപഞ്ചോ പടച്ചോനോ അള്ളാനോ ശിവനോ ആരാന്ന് വെച്ചാൽ അവരിട്ടോളൂ. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇടണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇതും ബൈബിളിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. ജീസസ് ഒരിക്കൽ ഒരു സ്ഥലത്ത് ആൾക്കാരെ പഠിപ്പിക്കാൻ വന്നു. കുറെ ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടി. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ആൾക്കാർ ഇങ്ങനെ കുറെ പുരുഷാരോ, കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി വിജന സ്ഥലത്തേക്ക് പോയതാണ്. അപ്പൊ അവിടെയാണ് ആളുകൾക്ക് തച്ചുകൂടിയത്. അവിടെ നിന്ന് വൈകുന്നേരമായി. അപ്പൊ ജീസസിന് മനസ്സിലായി ഇവർക്കൊക്കെ വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിസൈബിൾസിനോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു.
അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല കൊടുക്കാൻ. കാര്യം അവിടെ തൊട്ടടുത്ത കടകളാണ്. അപ്പം ജീസസിനോട് ഇവർ പറയാം, നീ തന്നെ പറയും ഇവരോട് പുറത്ത് ടൗണിൽ പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരാം. അപ്പോൾ ജീസസ് പറയുന്നുണ്ട് ഇവര് അത്രയും വഴി പോവില്ല, കാര്യം ഇവർക്ക് ഹെൽത്ത് ഇല്ല. അപ്പൊ ജീസസ് ഇവരോട് ചോദിച്ചു, ഓക്കെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, വാട്ട് യു ഹാവ്? അപ്പൊ അവര് ഇങ്ങനെ തപ്പിയിട്ട് പറഞ്ഞു ഒരു പയ്യന്റെ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. ഓക്കെ, 5 ബ്രെഡ് ആൻഡ് 2 ഫിഷ്. അന്ന് പറഞ്ഞു, ജീസസ് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇത് കൊണ്ടുവരും. അദ്ദേഹം കൈകളിലെടുത്തു, പ്രാർത്ഥിച്ചു, ഇതിനെ വിളമ്പാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ അത് സാധനം ഇവര് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ ഏകദേശം 5000-ഓളം ആൾക്കാർ അന്ന് ഭക്ഷണം കഴിച്ചു. 12 കൊട്ട നിറയെ ഈ ബാക്കിയുള്ളത് ശേഖരിച്ചു എന്ന് പറയുന്നത്. ഈ 12 കൊട്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, അവർ ഓരോ കൊട്ട ആദ്യം മാറ്റി വെച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് 5000-ഓളം പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അദ്ദേഹം അത്ഭുതത്തില് വർദ്ധിപ്പിച്ചപ്പോ അതിന് നാമമാത്രമായത് 5 അപ്പവും 2 മീനുമാണ്. വെറുതെ ഇപ്പൊ ഇത്ര 5000 അപ്പം 5 അപ്പം 2 മീനും കൊണ്ട് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ഒരു ജീസസിന് എന്തുകൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിക്കൂടാ. ദാറ്റ് ഷോസ് ദാറ്റ് നമ്മൾ നമ്മുടെ ഭാഗമിട്ടാലേ ദൈവത്തിന് ഭാഗമിടാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് എപ്പോഴും കൂടെ നടക്കാൻ പറ്റട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സർ. ദെൻ സാറ് ഇന്നത്തെ ഈ ഒരു സെഷൻ, അതായത് കമ്മിറ്റ്മെന്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാവുന്നതാണ്. ഓസ്റ്റിൻ സാർ, ഹായ്. മാജിക് മോർണിംഗ്. അടിപൊളി ക്ലാസ് ആണ് സാർ. കമ്മിറ്റ്മെന്റ് പറ്റിയ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന കമ്മിറ്റ്മെന്റ്. അയാളെ ലൈഫ്, അയാളെ ഫിസിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാള് ചെയ്യുന്ന ഭക്ഷണ രീതി ഒക്കെ വായിച്ചു കഴിഞ്ഞാല് ഒരു ഡെയിലി 1 ചപ്പാത്തി 2 ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ കമ്മിറ്റഡ്. ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ജെ.കെ. റൗളിങ്ങിന്റെ പുസ്തകത്തിനെ പറ്റി പറഞ്ഞപ്പോ അതിലൊരു വാക്കുണ്ട്, ജെ.കെ. റൗളിങ് പുസ്തകം എഴുതിയിട്ട് പൈസ ഉണ്ടാക്കി, ജെഫ് ബിക്കോസ് പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കി, വാറൻ ബഫറ്റ് പുസ്തകം വായിച്ച് പൈസ ഉണ്ടാക്കി. പുസ്തകം വല്ലാത്തൊരു സാധനമാണ്. താങ്ക് യു സാർ. കമ്മിറ്റ്മെന്റിനെ പറ്റി നല്ലൊരു ക്ലാസ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ബഷീർ സാർ. താങ്ക് യു സോ മച്ച്. സമീറ. താങ്ക് യു ബഷീർ സർ. സമീറ മാം. മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് ഓൾ സർ. ഹായ്. ഇന്നത്തെ ക്ലാസ് എന്നത്തെയും പോലെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. നമുക്ക് എന്നും കേൾക്കാൻ ഇൻട്രസ്റ്റോടെ ഇരിക്കുന്ന ക്ലാസ് ആണ് സാറിന്റെ ക്ലാസ്. അത് നമുക്ക് ഇതിന് മനസ്സിലായത്, നമുക്ക് ലൈഫിൽ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ ആ ഡിസയറിന് വേണ്ടി നമ്മളൊരു തീരുമാനം എടുത്ത് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി അത് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും നമുക്ക്, തീർച്ചയാണ്. താങ്ക് യു സർ. താങ്ക് യു സമീറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷമീറ മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടായിരുന്നോ? മാജിക് മോർണിംഗ് ശ്രീസ്ന. സാർ, എല്ലാ ക്ലാസ് പോലെ തന്നെ ഈ ക്ലാസ് അടിപൊളിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാറിന്റെ ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു പോയിന്റ് എങ്കിലും എനിക്ക് എന്റെ ലൈഫിൽ എടുക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നിന്നും എനിക്ക് നല്ല കുറെ പാഠങ്ങളാണ് കിട്ടിയത്. കമ്മിറ്റ്മെന്റ് ഞാൻ എന്റെ ലൈഫിൽ സൂക്ഷിക്കാറുണ്ട്, എന്നാലും സാറ് പറഞ്ഞ പോലെ ഒരു ബേണിംഗ് ഡിസയർ ആയിട്ടില്ല. കുറെ ട്രൈ ചെയ്യാൻ കിട്ടാതാവുമ്പോൾ എന്റെ മനസ്സും മാറാറുണ്ട്. നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷനും ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ഒരു ഗോൾ ഉണ്ട് എനിക്ക്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റോട് കൂടി തന്നെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഒരു ദിവസം ഒരു 5 സ്റ്റെപ്പ് എങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ബാബു സർ. യെസ് മാം. വളരെ എനർജറ്റിക് ആവുന്ന ഒരു ക്ലാസ് ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കല് മാത്രം പോരാ, അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രയത്നം, എഫേർട്ട് ആവശ്യമാണെന്നാണ് സാറ് സൂചിപ്പിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇല്ലാതിരിക്കുന്നതാണ് നമ്മുടെ ഫെയിൽ ആവുന്നത്.
അല്ലെങ്കിൽ എത്തിപ്പെടേണ്ടടുത്ത് എത്തിപ്പെടാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കാരണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എയിം വെക്കുന്നു, അതിന് എക്സാമ്പിളിലൂടെ പോവുകയുണ്ടായത് നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾക്ക് എത്ര ദൂരം വരെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് സാർ എക്സാമ്പിളിലൂടെ വളരെ വിശദമാക്കി തന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. Thank you, Babu sir. Thank you so much. താങ്ക് യു ബാബു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മണി സർ. വസീം സാർ, മാജിക് മോർണിംഗ്. Magic morning, sir. എക്സലന്റ് ക്ലാസ് ആയിരുന്നു. ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസിനെ കൊണ്ടാണ് ഇന്ന് മുഴുവൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ ക്ലാസ് തീർന്ന മാതിരിയാണ് തോന്നുന്നത്. അത് നമ്മൾ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിജ്ഞാബദ്ധമായിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സക്സസിലേക്കുള്ള എത്തിച്ചേരുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് നല്ല പോയിന്റ്സും ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് അറിവുകളാണ് ഇന്ന് തന്നത്. താങ്ക് യു സോ മച്ച് സർ. നൈസ് ക്ലാസ്, എക്സലന്റ് ക്ലാസ്. Thank you so much, sir. Thanks a lot. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, ഇനി ആർക്കും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാനില്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ പറയാട്ടോ, പെട്ടെന്ന് പറയണം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി റിമൈൻഡ് ചെയ്യാണ്. നമ്മുടെ വൈബ് കോൺഫിഡൻസ് ക്ലബിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 month പ്രോഗ്രാം, 4 ക്ലാസ് ആയിരിക്കും ഒരു മാസത്തിൽ വരുന്നത്. എല്ലാ സൺഡേയും ആണ് ക്ലാസ് വരിക. സൺഡേ ഈവനിങ്, അതായത് നൈറ്റ് ഒരു 7:30 8 o'clock ആ ഒരു സമയത്തായിരിക്കും ക്ലാസ്സിന്റെ ടൈം. ഓൺലൈൻ ആയിട്ടായിരിക്കും. ദെൻ ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ രീതിയിലുള്ള ക്ലാസ് ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാവുന്നതാണ്. ഈ വരുന്ന സൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് ആരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ആർക്കും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. Thank you so much. അപ്പൊ നമുക്ക് അതിന്റെ സർ പറഞ്ഞോളൂ. അല്ല, നമുക്കപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു കമ്മിറ്റ്മെന്റ് സെഷൻ എടുത്തിട്ടുള്ള ഓസ്റ്റിൻ സാറിനും അതുപോലെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാ ടീം മെമ്പേഴ്സിനും, എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പം ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? സുലൈഹ മാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് സർ, കാണുന്നുണ്ടല്ലോ? Yes, thank you so much. ഓക്കെ, അപ്പം നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.